ബുഷ ഒരു മിനിറ്റ്. സുഹൈൽക്ക നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്താ ഷെരീഫ് വന്നില്ലേ? ഇല്ല, പുള്ളിക്കാരൻ പോയി. അതെ, എവിടെ പോയി? അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ല? ഇല്ല, എന്നോട് പുള്ളി കഴിഞ്ഞ മാസം ഗൾഫ് പോയി. അപ്പാഹൻ എന്നെ വിളിച്ചും കൂടി ഇല്ലല്ലോ. മറന്നില്ലോ. അതെ, എന്തിപ്പോ ഈ വഴിക്ക്? ഞാനേ മോനക്ക് ഒരു ടീഷർട്ട് എടുക്കാൻ വേണ്ടിട്ടേ വന്നതാ. നോക്കാം. ഏതാ, എത്ര വയസ്സുള്ള കുട്ടിയാ? 34. അല്ല, സൈസ് 34 വയസ്സല്ല. നോക്കിയേ, പുതിയതാ. നല്ല ബ്രാൻഡ് ആണോ? നല്ല ബ്രാൻഡാണ്, കുഴപ്പമില്ല. വേറെ ഏതാ കളർ ഉള്ളത്? ഈ കളർ അവന് 3-4 പിന്നെ ഇത് ഈ സെക്ഷൻ മൊത്തം 34. ഇത് മൊത്തം 34. ഇത് നോക്കി ഓക്കെ, ഇത് നോക്ക്. കളർ നല്ല, അവൻ വെളുത്ത കുട്ടിയല്ലേ, അപ്പൊ ഇത് ഡാർക്ക് കളർ നല്ല രസമായി ചെയ്യും. ഇതും അവന് ഉണ്ട് സത്യം. കഴിഞ്ഞ പെരുന്നാക്ക് 2 എടുത്തപ്പോഴേ ഒന്ന് ഈ കളറായിരുന്നു. ഞാനൊരു മോഡൽ കാണിച്ചു തരട്ടെ. ആ ഒരു ഇതുണ്ടോ നോക്കൂട്ടാ. ഞാൻ തിരിച്ചു വിളിക്കാം. ഈ ഒരു മോഡല് ഇതിപ്പോ ഓൺലൈനിലും സ്റ്റോക്ക് ഇല്ല അല്ലേ? ഇല്ലേ, ഇത് ഇവിടെ അടുത്ത ആഴ്ച വരും. അതെ അല്ലേ? അടുത്ത ആഴ്ച. അത് അവന് കണ്ടപ്പോ അവന് നല്ല ഇഷ്ടായി. എടുത്തു വെക്കുന്നാല് ഞാൻ വിളിക്കാം. സൈസ് ഓർമ്മയില്ലേ? അറിയിക്കാം. ആയിക്കോട്ടെ. അല്ല, ഇപ്പൊ അറിയിക്കാൻ നമ്പർ തരുന്നോണ്ട് ബുദ്ധിമുട്ടുണ്ട്. ഇല്ല, നമ്പർ തരാം. നമ്പർ നമ്പർ 9846 39 അല്ലേ? ലാസ്റ്റ് 39. ഇത് ഷെരീഫിന്റെ നമ്പർ അല്ലല്ലോ? അല്ലല്ല, എന്റെ നമ്പർ തന്നെ. ഷെരീഫ് നമ്പർ ബുദ്ധിമുട്ടില്ലേ? ഇല്ല, നിങ്ങള് വിളിക്കിട്ടോ എന്നാല്. അല്ല, എന്നിട്ട് പോവാ. പോട്ടെ. ചായ എന്തെങ്കിലും കുടിക്കണം? ഇല്ല, ഞാൻ ഇറങ്ങി വരാണെങ്കിൽ വേണ്ട, ഞാൻ പോയി ജ്യൂസ് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാ. വേണ്ട, ഇപ്പൊ വേണ്ട, പിന്നെ എന്നെ ശരിതാ. ഇല്ല, നമ്മുടെ ഐറ്റം കിട്ടിയില്ല. ശരി. അല്ല സുഹൈലെ, നമ്മുടെ കസ്റ്റമർ ചോദിച്ച ഐറ്റം കിട്ടിയില്ല. പോയ ആളല്ലേ? അല്ല, അതെന്താ വെച്ചാൽ അവര് മോന് ഒരു ടീഷർട്ട് നോക്കാൻ വന്നതാ. പക്ഷെ അത് ഇവിടെ സ്റ്റോക്ക് ഇല്ല. നമ്മളത് അടുത്ത ആഴ്ച ഇറക്കുന്നുണ്ട്. അപ്പൊ വരാൻ വേണ്ടി പറഞ്ഞു. നമ്പർ മേടിച്ചിട്ടില്ലേ? നമ്പറൊന്നും മേടിച്ചിട്ടില്ല. ഞാൻ അവര് വരാന്ന് പറഞ്ഞു. ശരി ശരി. ഹലോ ഹലോ, ബുഷ്രയല്ലേ? അതെ അതെ. ഞാൻ സുഹൈലാണ്, ഇവിടെ ടെക്സ്റ്റൈൽസ്. അല്ല, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നല്ലോ പുതിയ സാധനം വന്നാ വിളിക്കാൻ. അത് വന്നോക്ക. ടീഷർട്ടും പുതിയ ചുരിദാറൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കുറച്ചെണ്ണം ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിനക്ക് പറ്റിയ ചുരിദാറുകളൊക്കെ ഉണ്ട്. നിന്റെ കളറിനൊക്കെ ചേരുന്ന നല്ല ഡാർക്ക് ഷെയ്ഡൊക്കെ ഉള്ള നല്ല ചുരിദാറൊക്കെ ഉണ്ട്. ഒരു പ്രശ്നമുണ്ട്, ഞാനേ എന്റെ വീട്ടിലാണ്. അതെവിടെ സ്ഥലം? അത് വട്ടംകുളത്ത്. വട്ടംകുളം. വട്ടംകുളത്താണ്. ഞാനേ അവിടെ വന്നതിന് ശേഷം വരട്ടാ. അത് വേണ്ട, ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് വട്ടംകുളത്തേക്ക് കൊടുന്നേരാ സാധനം. വേണ്ട, അതൊന്നും വേണ്ട. എന്താടോ മോളോട് ഒരു അന്യന്മാരോട് സംസാരിക്കണ പോലെ? അങ്ങനൊന്നുമല്ല, ബുദ്ധിമുട്ടൊക്കെ ആക്കണ്ട വെച്ചിട്ടാണ്. ആയിക്കോട്ടെ, അപ്പൊ വന്നാ വിളിക്കോ? വിളിക്കട്ടെ. വീട്ടിലെത്തി അങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. വീട്ടിലിപ്പോ ഞാൻ അങ്ങോട്ട് വന്നാ മതിയല്ലോ, ഞാൻ കൊണ്ടുവന്നേരാം. വേണ്ടക്ക, ഞാൻ അങ്ങോട്ട് എന്തായാലും അങ്ങോട്ട് ടൗണിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ വരണ്ട്. അപ്പൊ വീട്ടിലെത്തുമ്പോ വിളിക്കോ? വിളിക്കണ്ട്. അല്ല, വരുമ്പോ ഒന്ന് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാലും മതി. മെസ്സേജ് അയക്കാം. അയ്യോ ഇക്ക, ഒരു വാട്സാപ്പിൽ ഒരു ഹായ് അയക്കണേ. ഞാൻ ഈ നമ്പർ സേവ് ചെയ്തിട്ടില്ല. ഇല്ലടാ, ഞാൻ ഇപ്പൊ തന്നെ സേവ് ചെയ്യുന്ന. നിങ്ങളൊന്നും അയക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ സേവ് ചെയ്യട്ടാ. ആയിക്കോട്ടെ, ശരി, എന്നാ സേവ് ചെയ്യട്ടാ. ഇടയ്ക്ക് വിളിക്കോ? വിളിക്കാം. എന്നാ ശരി, ഓക്കെ. ശരി ഓക്കെ.
സുന്ദരനായില്ലേ? എന്താ ഒരു പതിവില്ലാത്ത സ്നേഹം കൂടിയാ. ഒരു കാര്യം പറയട്ടെ. അതെ, ഇനി മോന്റെ കാര്യങ്ങളൊക്കെ മോൻ തന്നെ ഒറ്റക്ക് നോക്കണം കേട്ടോ. നാളെ ഉമ്മില്ലാന്ന് വെച്ചിട്ട് ഒരു കാര്യം മാറ്റി വെക്കരുത് കേട്ടാ. ഒറ്റക്ക് ഒരുങ്ങണം, ഒറ്റക്ക് കുളിക്കണം, പിന്നെ ഒറ്റക്ക് ഭക്ഷണം കഴിക്കണം, ഇതെല്ലാം ചെയ്യണം കേട്ടാ. വണ്ടി വരാതായി. ഹലോ. ഹലോ, നീ ഇത് എവിടെ? സമയം 9:30. എവിടെ ചങ്ങാതി? ട്രെയിന് പോവൂലേ? ഇക്ക മോനെ സ്കൂളിലേക്ക് ആക്കണ്ടേ, അതുകൊണ്ടായിരുന്നു ഞാൻ. വേഗം ഇറങ്ങ്. അതാ ഞാൻ ഇറങ്ങന്നെയാണ്. ഇത് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഇനി ഇറങ്ങന്നെയാണ്. വേഗം ഇറങ്ങ്. ഇക്ക, നമ്മളിപ്പോ ഇങ്ങനെ പെട്ടെന്ന് പിടിച്ചിങ്ങനെ പോണോ? എന്താ? അപ്പൊ ഇതുവരെ നീ ഇന്ന് ഇറങ്ങാ, നമുക്ക് ഒന്നിച്ച് പോവാ ബാംഗ്ലൂർക്ക് എന്നൊക്കെയല്ലേ നമ്മൾ പ്ലാൻ ചെയ്ത്. എന്താണ്? അതല്ല, മക്കളുടെ കാര്യം ആലോചിക്കുമ്പോ എനിക്കെന്തോ വല്ലാത്ത വിഷമം തോന്നുന്നു. എടോ, അതന്നെ ഞാൻ പറഞ്ഞത്. അപ്പൊ നീയല്ല ഇത്ര കാലം പറഞ്ഞിരുന്നു നിന്റെ ഭർത്താവ് നിന്നോട് സ്നേഹമില്ല, നിനക്കൊരു വീട്ടിലൊരു വിലയില്ല, നിന്റെ മക്കളെ നിന്നെ ശരിക്കും സ്നേഹിക്കുന്നില്ല എന്നൊക്കെ. അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇപ്പൊ എന്തൊക്കെ പോലെ തോന്നണക്ക്. അപ്പൊ നീ അത് പറഞ്ഞത് കൊണ്ടല്ലേ. അപ്പൊ എന്റെ വീട്ടിലെ സ്ഥിതി അതൊക്കെ തന്നെ. ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ടാണ് നിന്റെ അടുത്ത് തുറന്നു പറഞ്ഞത്. അതുകൊണ്ടല്ലേ നമ്മൾ ഒന്നിക്കാൻ തീരുമാനിച്ചേ. എന്താണ് ബുഷ്ര ഈ അവസാന നിമിഷത്തിൽ എന്ത് ചോറുണ്ടാക്കണത്? വെറുതെ ദേഷ്യം പിടിക്കണ്ടിട്ടാ. ശരിക്ക, ഞാൻ എന്തായാലും ഇറങ്ങാൻ നോക്കാം. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇപ്പൊ കാര്യത്തോടടുത്തപ്പോ എന്തൊരു വല്ലാത്തൊരു വിഷമം വരുന്ന പോലെ. ഏടോ, ഇതൊക്കെ അറേഞ്ച് ചെയ്ത് ട്രെയിൻ ടിക്കറ്റും ബുക്ക് ചെയ്തല്ലേ. ഇനി ഇതൊക്കെ അപ്പൊ എപ്പോഴാണ് ട്രെയിൻ കിട്ടുക? ഇനിയിപ്പോ വൈകി കഴിഞ്ഞാൽ ട്രെയിൻ ലേറ്റ് ആവും, പോകും. ട്രെയിൻ പോവുക ചെയ്യ. ശരിക്ക, ഞാൻ പെട്ടെന്ന് ഇറങ്ങാം. എന്താ ചെയ്യാ? നീ വരുന്നുണ്ടാ? വരുന്നുണ്ട്. എവിടെ ഒന്ന് വാടോ. വരാം. വാടോ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ നിന്നെ ഒഴിവാക്കൊന്നുമില്ല. നമ്മൾ രണ്ടാളും ഒരേപോലെ ദുഃഖിതരാണ്. പിന്നെന്താ പ്രശ്നം? വായോ. എന്റെ കണക്ക് ഭയങ്കര വിശ്വാസം. ഞാൻ വരാം. നീ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. നീ വേഗം ഫ്രഷ് ആയിട്ട് വേഗം റെഡി ആയിട്ട് വരാൻ നോക്ക്. ഞാൻ റെഡി ആയിട്ട് നിൽക്കന്നെയാ. ഇനിയിപ്പോ ബാഗ് എടുത്ത് ഇറങ്ങേ വേണ്ടുള്ളൂ. പിന്നെ നിനക്ക് സ്വർണം ഉള്ളതുണ്ടെങ്കിൽ എടുത്തോട്ടാ. ശരിക്ക, എടുക്കാം. അല്ല, എനിക്ക് വേണ്ടിയിട്ടല്ല, നിനക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഇടുകയൊക്കെ ചെയ്യാലോ. അതൊക്കെ അറിയാക്കാം. ഞാൻ എന്തായാലും എടുക്കാം. ഇവിടെ കയ്യിലുള്ളതെല്ലാം എടുക്കാം. അതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ ഇപ്പൊ എന്നാ കയ്യിൽ വെച്ചോട്ടാ. ശരി. ഡ്രസ് എത്ര? 2-3 ജോഡി ഡ്രസ്സും കയ്യിൽ വെച്ചോ. ഞാൻ 4-5 കൂട്ടി ഡ്രസ് എടുത്തിട്ടുണ്ട്. അന്ന് വേഗം വേഗം. ഓക്കെ. ശരി.
ഹലോ സുഹൈൽക്ക. ആ ബുഷ്ര, എവിടെ എത്തി? ആ സുഹൈൽക്ക, എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ട. പക്ഷെ എന്റെ കുട്ടികളെ ഇങ്ങനെ അനാഥമാക്കിട്ട് പോവാന് എനിക്ക് കഴിയൂല. എന്റെ ബുഷ്ര, നിനക്ക് ഈ അവസാന നിമിഷത്തിൽ എന്തോ ഒരു മനംമാറ്റം. എന്റെ മക്കളുടെ നാളത്തെ അവസ്ഥ ആലോചിക്കുമ്പോ, ഉമ്മല്ലാണ്ട് എന്റെ കുട്ടികൾ എന്താവും ആലോചിക്കുമ്പോ എന്റെ നെഞ്ഞു പൊട്ടുക. എനിക്ക് വേണ്ടെങ്കിലെ എനിക്ക് എന്റെ കുട്ടികളെ മതി. എനിക്ക് ഒരു സൗഭാഗ്യം വേണ്ട, എനിക്ക് ഒരു സന്തോഷം വേണ്ട. എന്റെ മക്കൾ സന്തോഷായിട്ട് ഇരുന്നാ മതി. എന്റെ സുഖത്തിന് വേണ്ടിയിട്ട് എന്റെ മക്കളെ അനാഥാക്കിട്ട് പോവാൻ എന്നെ കൊണ്ട് കഴിയൂല. നിന്നെ മാത്രല്ല നിന്റെ മക്കളെയും ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞല്ലേ. അപ്പോഴല്ലേ നീ തന്നെയല്ലേ പറഞ്ഞ മക്കളെ ഒഴിവാക്കി വരാന്ന്. ഇപ്പൊ നിനക്കെന്താ ഇപ്പൊ മക്കളോട് ഒരു പ്രത്യേക സ്നേഹം? എന്റെ മക്കളെ വേണം. അപ്പൊ ഇതുവരെ നിനക്ക് മക്കളോട് സ്നേഹം ഉണ്ടായിരുന്നില്ലേ? നീ വെറുതെ ആളെ പ്രാന്താക്കാതെ വരുന്നുണ്ടാ? ഇതോട് കൂടിയിട്ട് ഞങ്ങളുടെ ഈ ബന്ധം അവസാനിപ്പിക്കാൻ പോവാ. എനിക്ക് നിങ്ങളെ വേണ്ട. ബുഷ്ര, ബുഷ്രയല്ല, ബുഷ്ര ഷെരീഫ്. ഇനി അങ്ങനെ പാടൂ. ഇതോടുകൂടി ഞാൻ ഈ ബന്ധം അവസാനിപ്പിച്ചിട്ട് നിങ്ങളെ നമ്പർ ബ്ലോക്ക് ചെയ്യാൻ പോവാ. നിങ്ങൾ ഇതിന്റെ പിന്നാലെ വരരുത്.